ഭയം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന, ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, ഒരു മനുഷ്യന്റെ കർമ്മകുശലതയെ താഴ്ത്തിക്കളയുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നവനായിരിക്കാം, പക്ഷെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയും ഒരുപക്ഷെ ഭയപ്പെടുന്നവനായിരിക്കാം. ഒരുപക്ഷെ അവന്റെ പ്രാർത്ഥനയുടെ ആധിക്യം തന്നെ അവന്റെ ഭയത്തിൽ നിന്ന് ആരംഭിച്ചതായിരിക്കാം. മാത്രമല്ല, എത്ര ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും നാളെ അഭിമുഖീകരിക്കേണ്ട ഒരു വിഷയം വരുമ്പോൾ ഭയപ്പെടുവാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ എനിക്ക് എങ്ങനെ തരണം ചെയ്യുവാൻ കഴിയും എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഉള്ളിൽ കരയുന്ന അനേകരെ ശക്തിപ്പെടുത്തേണ്ട വ്യക്തികൾ പോലും ഉള്ളിൽ കരയുന്ന, ഉള്ളിൽ ഭയപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. പലരെയും ഫേസ് ചെയ്യുവാനായിട്ട് കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. നാം ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, രോഗികളായി തീരുമ്പോൾ, ഡോക്ടർമാർ നോ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഭയം കടന്നു വരുവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ ഒരു പ്രയർ റിക്വസ്റ്റ് കണ്ടു. ഡോക്ടർമാർ നോ പറഞ്ഞു, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എല്ലാ ആശയും അറ്റുപോയി. അതുകൊണ്ട് അനേകർ ദുഃഖിച്ചുകൊണ്ട് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നതായി, പ്രാർത്ഥന റിക്വസ്റ്റ് കൊടുക്കുന്നതായ അനുഭവം കാണുവാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിന്റെ സാരം, നിങ്ങൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവനായിരിക്കാം, നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തോട് സമർപ്പണമുള്ളൊരു വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ രോഗത്തെ ചൊല്ലി ദുഃഖത്തോടുകൂടെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുമാത്രമല്ല, ചിലർ ഭയപ്പെടുന്നതിന്റെ കാരണം അവരുടെ ജോലി നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ചിലർ ഭയപ്പെടുന്നതിന്റെ കാരണം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാത്തതുകൊണ്ട്. ചിലർക്ക് ഭക്ഷണമില്ലാതെ ലേബർ ക്യാമ്പിൽ കഴിയുന്നതുകൊണ്ടായിരിക്കാം. ഭാവിയിൽ കടന്നു വരാൻ പോകുന്ന ക്ഷാമത്തെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. ബിസിനസ് തകർന്നു പോകുന്നത് കൊണ്ടായിരിക്കാം. ഭയത്തിന്റെ ഒരു കാരണമായി അതിനെയും പറയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ചിലർക്ക് ഭയം എന്ന് പറയുന്നത് അധികാരസ്ഥാനത്തിരിക്കുന്നവർ ഏതെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴാണ്. പോലീസുകാരെ ഭയപ്പെടുന്നവരുണ്ട്, ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുന്നവരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഭയങ്ങൾ, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നമ്മെ ഉപദ്രവിക്കുമോ, നമ്മെ ശിക്ഷിക്കുമോ എന്നോർത്ത് ഭയപ്പെടുന്ന ഭയത്തിൻ്റെതായ കാര്യങ്ങളുണ്ട്. എന്ന് നിയമം മാറും, എന്ന് എന്റെ കയ്യിലിരിക്കുന്ന പണം നഷ്ടപ്പെടും, എനിക്ക് എങ്ങനെ സ്വസ്ഥത നഷ്ടപ്പെടും, എന്റെ കിടപ്പാട് നഷ്ടപ്പെടുമോ, ബാങ്കുകാർ ജപ്തി ചെയ്യുമോ, അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതമെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ, അധികാരികൾ അതിൽ നിന്ന് പിടിച്ചെടുക്കുമോ എന്ന് ഭയപ്പെടുന്നവരുമുണ്ട്. ഹല്ലേലൂയ. ഒരു യാത്ര പോകുമ്പോൾ ഭയപ്പെടുന്നവരുണ്ട്. നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്രയാണ്. മരണനിഴൽ വീണ താഴ്വരയിലൂടെയാണ് നാം നടക്കുന്നത്. അതുകൊണ്ട് എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്ന് അറിയായതുകൊണ്ട് ഭയപ്പെടുന്നവർ ഒത്തിരിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ചെറിയവനായിക്കൊള്ളട്ടെ, നിങ്ങൾ വലിയവനായിക്കൊള്ളട്ടെ, നിങ്ങളൊരു മനുഷ്യനാണെന്ന് മറന്നു പോകരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം മനുഷ്യനെ ഓർത്തു സഹതപിച്ചു എന്ന് പറയുന്നുണ്ട്. അവനൊരു മനുഷ്യനാണല്ലോ, ഞാൻ പൊടിയിൽ നിന്നാണല്ലോ അവനെ നിർമ്മിച്ച് ആത്മാവിനെ കൊടുത്തത് എന്നോർക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ബലഹീനതയിൽ നമ്മെ അടിച്ചമർത്തുന്നവനോ, നമ്മെ കുറ്റപ്പെടുത്തുന്നവനോ, നമ്മെ തകർത്ത് കളയുന്നവനോ അല്ല നമ്മുടെ കർത്താവ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ആ തിരി എന്ത് ചെയ്യുകയില്ല, കെടുത്തിക്കളയുകയില്ല. അവൻ ആ ഞാങ്ങളെ ചെയ്യുകയില്ല, ഒടിച്ചു കളയുകയില്ല. അവൻ നിരാശപ്പെടുത്തുന്ന ദൈവമല്ല, അവൻ നിന്നെ പണിതുയർത്തുന്ന ദൈവമാണ്. അതുകൊണ്ടാ ഇന്ന് ദൈവവചന സന്ദേശം വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. ഞാൻ പലവട്ടം എസെക്കിയേൽ പ്രവചനത്തിൽ ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന എസെക്കിയേലിനോട് ദൈവം പറഞ്ഞു,
ഈ അസ്ഥികൾ ജീവിക്കും. അവനൊരു ബുദ്ധിപൂർവ്വമുള്ളൊരു മറുപടി പറഞ്ഞു, അങ്ങേക്കറിയാം. അതെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ തള്ളിക്കളയാത്തവനായ ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ പറയും, അത് അങ്ങേക്കറിയാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പല സ്ഥലത്തായി ഒരിക്കലും യോജിക്കാൻ കഴിയാതെ കിടന്ന ആ എല്ല് കഷണങ്ങൾ, അതിതാ കിരികിരാ ശബ്ദം ഉണ്ടായി ആ താഴ്വരകളിൽ നിന്ന് അതെല്ലാം ആ ശബ്ദത്തോടെ ഓടി വന്ന് അവ ഒരു വലിയ സൈന്യമായി എഴുന്നേറ്റു എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആജ്ഞാശക്തിക്ക് മുമ്പിൽ, ദൈവത്തിന്റെ അധികാരത്തിന് മുമ്പിൽ, ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നീ നിന്നെ തന്നെ ഏൽപ്പിച്ച് ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ പണിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ? ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഭയപ്പെടേണ്ട, ഈ ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ഞാൻ ഈ പറഞ്ഞ സാഹചര്യത്തിൽ ഇതിനൊഴിവൊഴിവ് ആർക്കുമില്ല. ദൈവത്തിന്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. പ്രാരംഭമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒത്തിരി നാൾ പ്രാർത്ഥിച്ച, ഒത്തിരി നാൾ ഉപവസിച്ച, ഒത്തിരി നാൾ കർത്താവിനെ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ആ വ്യക്തിയുടെ പേര് സക്കറിയ എന്ന പുരോഹിതനായിരുന്നു. കുറി വീണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സന്ദർഭത്തിൽ ദൈവത്തിന്റെ മാലാഖ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവനാകെ ഭയപ്പെട്ടുപോയി. അവൻ ഭയപരവശനായി മാറി. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. എന്നെ കേൾക്കുന്ന പ്രാർത്ഥനക്കാരെ, എന്നെ കേൾക്കുന്ന ഉപവസിക്കുന്നവരെ, എന്നെ കേൾക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നവരെ, ഹല്ലേലൂയ, നിന്നെ ഭയപ്പെടുത്തുന്നവനല്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി നിന്നെ ഉയർത്തുന്നവനാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. നമുക്ക് വായിക്കാം, നമുക്ക് ശക്തിപ്പെടാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. മാലാഖ അവനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട സക്കറിയാവേ, ഓ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സക്കറിയാവിന്റെ നീണ്ട പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞ സാക്ഷ്യക്കാരനായിരിക്കുന്ന സ്നാപക യോഹന്നാനത്രേ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ നാം ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. യഹൂദ നാടുകളിൽ അനേക കന്യകമാർ ആചാരപരമായി കർത്താവിനെ കാത്തിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ കന്യാസ്ത്രീകളായിരിക്കുന്നവരെ പോലെ അത് കത്തോലിക്ക സഭയിലുമുണ്ട്, അതുപോലെ തന്നെ TPM സഭയിലുമുണ്ട്, അതുപോലെ തന്നെ പല ക്രിസ്തീയ സഭകളിലും വിവാഹം വേണ്ടെന്ന് വെച്ച് കന്യകാ സ്ത്രീകളായിരിക്കുന്നവരുണ്ട്. എന്നാൽ വിവാഹത്തിന് വിലക്കേൽപ്പിക്കാത്ത ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് മറിയത്തോട് ആരോ പറഞ്ഞിട്ടുണ്ടാകണം, മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, തക്കതായിരിക്കുന്ന ഒരു തുണയെ കൊടുക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന അറിഞ്ഞ വളരെ ഭക്തയായ സ്ത്രീയായിരുന്നു മറിയം. അതുകൊണ്ട് തന്നെ മറിയം പറഞ്ഞു, മറിയം തനിക്കൊരു കല്യാണാലോചന വന്നപ്പോൾ അതിനെ എതിർത്തില്ല. നീതിമാനെന്ന് ദൈവദിനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന ആ യുവതിയുടെ അടുത്തേക്കാണ് ദൂതൻ വരുന്നത്. വളരെ കമ്മിറ്റഡായ, വളരെ ഡിവോട്ടഡായ, വളരെ കർമ്മകുശലതയുള്ള, വലിയ ധനികയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, വളരെ കർമ്മകുശലതയുള്ള, ദൈവവചനത്തോട് അതുപോലെ പ്രതിപത്തിയുള്ള, ധൈര്യമുള്ള ആ പെൺകുട്ടിയുടെ അടുത്തേക്ക്, ആ കന്യകയുടെ അടുത്തേക്ക് ദൂതൻ വരുമ്പോൾ അവൾ ആ വാർത്ത കേട്ട് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് അവൾ ഭയപ്പെട്ടുപോയി. വായിക്കാം നമുക്ക് ദൈവവചനത്തിൽ നാം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന് 30-ാം വാക്യം 29 മണിയും വായിക്കാം. ആ വാക്ക് കേട്ടപ്പോൾ വളരെ ചിന്താകുലയായി, ഒത്തിരി പ്രോബ്ലം സ്റ്റേറ്റിലായി. എന്റെ ദൈവമേ, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയാതെ അവൾ കുഴങ്ങി നിൽക്കുമ്പോൾ ഓ ദൈവത്തിന്റെ മാലാഖ അവളോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചു, മറിയമേ നീ ഭയപ്പെടേണ്ട എന്ന് പറയുവാനായിട്ട് ഇടയായി.
കാരണം മനുഷ്യന് അസാധ്യമായ കാര്യം സംഭവിക്കാൻ പോകുമ്പോൾ, മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യം, അതിനെ ചൊല്ലിയുള്ള അഭിമുഖീകരിക്കേണ്ട വിഷയങ്ങൾ ഓർക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന്, ഇതെങ്ങനെ ഞാൻ ബലഹീനനായി ഞാൻ നേരിടണമെന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്നോട് നിന്നോട് പറയുക, ഭയപ്പെടേണ്ട. ഇതാണ് ദൈവത്തിന് പറയുവാനുള്ളത്. ഹല്ലേലൂയ. നാം വീണ്ടും വായിക്കുമ്പോൾ രോഗബാധിതയായി മരണാസന്നയായി മരിച്ചു പോകുമെന്ന് കരുതിയ സ്ഥലത്ത്, ദുഃഖം തളം കെട്ടിക്കിടന്ന സ്ഥലത്ത്, തന്റെ അധികാരസ്ഥാനത്തെ മാറ്റിവെച്ച് ഹല്ലേലൂയ ഒരു പ്രമാണി യേശുവിനെ കാണുവാൻ കടന്നു വന്നു. അയാളുടെ പേര് ജൈറോസ് എന്നായിരുന്നു. നമുക്കൊന്ന് വായിക്കാം. ജൈറോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ദുഃഖപരവശനായി സകലവാതികളും മുട്ടിയിട്ട് അടഞ്ഞിട്ട് അവസാനം അവൻ ഹല്ലേലൂയ അവന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നവന്റെ അടുത്തേക്ക് കടന്നു വന്നു. ഒന്ന് വായിക്കാം. 8-ാം അധ്യായം 50-ാമത്തെ വാക്യം. യേശു ഒരു കാര്യം കേട്ടു. എന്താ കേട്ടത്? യേശു കേട്ടത്, ചിലർ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി. വായിക്കാം. ഓ, നീ പേടിക്കേണ്ട ജൈറോസേ, നീ എന്നെ വിശ്വസിച്ചാൽ മതി. നീ എന്നെ വിശ്വസിച്ചാൽ, നീ എന്നെ വിശ്വസിച്ചത് കൊണ്ടല്ലേ എന്റെ അടുത്തേക്ക് വന്നത്. നീ എന്നെ വിശ്വസിച്ചത് കൊണ്ടല്ലേ ഈ പ്രാർത്ഥനയ്ക്ക് വന്നത്. നീ വിശ്വസിച്ചത് കൊണ്ടല്ലേ ഈ ദൈവവചനം വായിച്ചത്. നീ വിശ്വസിച്ചുകൊണ്ടല്ലേ പാരമ്പര്യത്തെ വേണ്ടെന്ന് വെച്ച് ഈ കർത്താവിന്റെ അടുത്തേക്ക് വന്നത്. നീ ഭയപ്പെടേണ്ട. ഡു നോട്ട് ബി അഫ്രൈഡ്. യുവർ ഡോട്ടർ വിൽ ബി ഹീൽഡ്. നീ ഏത് ആവശ്യമായിട്ടാണ് കരുതി വന്നിരിക്കുന്നത്, ആ ആവശ്യത്തിന് മേൽ സൗഖ്യം ലഭിക്കും. ഹല്ലേലൂയ. നമ്മുടെ കരകുർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. വീണ്ടും ചിലർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ചിലർക്ക് ഭയത്തിന്റെ കാര്യം എന്ന് പറയുന്നത് ജോലിയോടുള്ള ബന്ധത്തിൽ, ബിസിനസിനോടുള്ള ബന്ധത്തിൽ, വിസ എക്സ്പയർ ആവുന്നതിനുള്ള ബന്ധത്തിൽ, അതല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന അർത്ഥത്തിൽ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന ഒത്തിരി മലയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, നൈജീരിയയിലുണ്ട്, കാനഡയിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്, ഗൾഫിന്റെ വിവിധ മേഖലകളിലുണ്ട്. അനേകർ കോവിഡിനെ കുറിച്ച് ഓർത്ത് മാത്രമല്ല, ഗർഭിണിയായ സ്ത്രീ ചികിത്സ കിട്ടാതെ മരിച്ചതായ അനുഭവം എത്രയോ പേർ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ജോലിയോടുള്ള ബന്ധത്തിൽ, ബിസിനസിനോടുള്ള ബന്ധത്തിൽ, അനിശ്ചിതത്വത്തിന്റെ നടുവിൽ കഠിനാധ്വാനം ചെയ്തിട്ടും ഒന്നും കിട്ടാത്ത അവസ്ഥയുടെ മധ്യത്തിൽ ഹല്ലേലൂയ ദുഃഖിച്ച് ഭയപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിന് പറയുവാൻ ഒരു കാര്യമുണ്ട്. നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. So were James and John, Zebedee's sons, who were Simon's business partners. അവിടെ വായിക്കാണ്. ജോയ്സ് വായിച്ചത് കറക്റ്റ് ആണ്. ആരുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്? സൈമൺ പീറ്റർ. ആരുടെയാണ്? സെബദി പുത്രന്മാരായിരിക്കുന്ന യാക്കോബിന്റെയും യോഹന്നാന്റെയും ആരാണ്? ബിസിനസ് പാർട്ട്നേഴ്സ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരുന്നത്. ഓക്കെ, വായിക്കും. Then Jesus said to Simon, do not be afraid. From now on you will be catching people. ഹല്ലേലൂയ. കർത്താവ് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. താൻ തലേ രാത്രി മുഴുവൻ ജോലി ചെയ്ത് കുഴഞ്ഞുപോയി, ഒന്നും കിട്ടിയില്ല. കിട്ടാതിരിക്കുന്ന തന്റെ ബോട്ടിൽ കർത്താവ് കയറി പ്രസംഗിച്ചു കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് കർത്താവ് അവനോട് ചോദിച്ചു, നിനക്കൊന്നും കിട്ടിയില്ല അല്ലേ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, അപ്പുറത്തേക്ക് മാറി എന്ത് ചെയ്യണം? ആഴത്തില വലയെറിഞ്ഞോണം. കടലിനെ കുറിച്ചും മീനിനെ കുറിച്ചും മീനുകളുടെ പേരുകളെ കുറിച്ചും ഒക്കെ അറിയാവുന്ന, ഒരു രാത്രി മുഴുവൻ ഇരുട്ടിൽ ചെന്ന് അധ്വാനിക്കാൻ കഴിവുള്ളവനായ, ഒരു ലൈറ്റ് പോലും ഇല്ല, അധ്വാനിക്കാൻ കഴിവുള്ളവനായ പത്രോസ് കർത്താവിനോട് തിരിച്ചൊരു ചോദ്യം ചെയ്യലും ചെയ്യാതെ അനുസരിച്ചപ്പോൾ ലഭിച്ച പെരുത്ത മീൻ കൂട്ടത്തെ കണ്ടപ്പോഴാ അവൻ ഭയമുണ്ടായത്. ഇതൊരു സാധാരണ ഭയമല്ല, ഇതൊരു ശുശ്രൂഷകൻ ഉണ്ടാകേണ്ട ഭയമാണ്. ഹല്ലേലൂയ. സമൃദ്ധി വരുമ്പോൾ ദൈവത്തെ മറക്കുന്ന ഭയമല്ല. ഹല്ലേലൂയ. എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാകുമ്പോൾ
മറക്കുന്ന ഭയമല്ല, മറിച്ച് ആ അനുഗ്രഹത്തിന്റെ അധിപതിയായിരിക്കുന്നവൻ, പാപങ്ങളെ മോചിക്കാൻ കഴിയുന്ന പരിശുദ്ധനായവൻ എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിൽക്കേണ്ടവനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്റെ വോട്ടിൽ വന്ന എന്റെ കർത്താവിനെ ഓർത്ത് അവൻ ഭയപ്പെടുകയാണ്. അവിടെയാണ് യേശു പറയുന്നത്, പത്രോസേ നീ ഭയപ്പെടേണ്ട, പത്രോസേ നീ ഭയപ്പെടേണ്ട. നീ മീനിനെ പിടിച്ചത് കണ്ടപ്പോൾ ഞാൻ ആരെന്ന് വിചാരിച്ച് നീ ഭയപ്പെട്ടോ? എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, മീനിനെ പിടിക്കുന്നവരല്ല, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഹല്ലേലൂയ, മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഉണ്ടാക്കിയ സമ്പാദ്യമല്ല, നീ പണിത വീടല്ല, നിന്റെ മക്കളുടെ വിദ്യാഭ്യാസമല്ല, നീ സ്വരുക്കൂട്ടിയ നിന്റെ കിരീടങ്ങളല്ല, നിന്റെ പൊസിഷൻസ് അല്ല, അതിനേക്കാൾ അപ്പുറമായി നിന്നെ സ്നേഹിച്ച് നിന്റെ പാപത്തെ മോചിപ്പിച്ച് നിന്നെ നിത്യതയിലേക്ക് അടുപ്പിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന ദൈവത്തെ ഭയപ്പെടുമ്പോൾ കർത്താവ് പറയാ, ഭയപ്പെടേണ്ട, അത്യുത്സാഹത്തോടുകൂടി നീ സുവിശേഷ വേല ചെയ്യുക. നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. അനേക സാഹിത്യകാരന്മാർ, അനേക കവികൾ, അനേക കലാകാരന്മാർ ഈ ജീവിതത്തെ ഒരു യാത്രയായി ഉപമിച്ചിട്ടുണ്ട്. വെളിച്ചവും ഇരുട്ടും ഉള്ള യാത്ര. ഹല്ലേലൂയ. താഴ്ചയും വീഴ്ചയുമുള്ള യാത്ര, താഴ്ചയും ഉയർച്ചയുമുള്ള യാത്ര. ഹല്ലേലൂയ. ദാരിദ്ര്യവും സമൃദ്ധിയുമുള്ള യാത്ര, സുഖവും ദുഃഖവുമുള്ള യാത്ര. ഹല്ലേലൂയ. ആ യാത്രയുടെ മധ്യേയും നീ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലായ്പ്പോഴും വെളിച്ചമല്ല, ചിലപ്പോൾ ഇരുട്ടുണ്ടാകും. പക്ഷെ ഇരുട്ടിന്റെ മധ്യേ നിന്നെ കൈപിടിച്ച് നടത്തുന്നവനായ ഒരുവനെ കുറിച്ച് ഓർക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു യാത്ര ചെയ്യുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ ഭയപ്പെട്ടുപോയി. അവിടെ വെച്ച് യേശു പറഞ്ഞതായ ഒരു വാക്യം നമുക്ക് വായിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. മത്തായി സുവിശേഷം അതിന്റെ 14-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. മത്തായി സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. But immediately Jesus spoke to them, saying, "Take heart, it is I, do not be afraid." ഹല്ലേലൂയ. ഒന്നുകൂടി വായിക്കാമോ? But immediately Jesus spoke to them, saying, ആ, "Take heart, it is I, do not be afraid." ഹല്ലേലൂയ. ആ കപ്പൽ, ആ ബോട്ടിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെ കാറ്റും കടലും കടൽ പ്രക്ഷോഭമായിട്ട് കാറ്റടിച്ചപ്പോൾ, അവരുടെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, നീന്തലറിയാകുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ആഴക്കടലിലോ കായലിലോ ആയിരിക്കുന്ന ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്റെ കൂട്ടുകാരനായിരിക്കുന്ന പള്ളിത്തോട് ശുശ്രൂഷിക്കുന്ന മീൻപിടുത്തക്കാരനായിരിക്കുന്ന പാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പോൾ ബ്രദറെ, ആ കായലിന്റെയും കടലിന്റെയും ആഴത്ത് ചെല്ലുമ്പോൾ നീന്തൽ അറിയാമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആഴക്കടലിൽ എവിടെയാണ് ചെന്ന് പിടിക്കുക? കുറേ നീന്തി കഴിയുമ്പോൾ നമ്മുടെ കൈകാലുകൾ തളരും, രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ നാം വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. പലരും അങ്ങനെ കടലിൽ വെച്ച് മരിക്കുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കാറ്റുകൊണ്ട് അമരത്തിരിക്കുന്നവൻ താഴെ വീണ് മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നീന്തൽ അറിയുന്നു എന്നുള്ളത് കൊണ്ട്, നീ ഒരു ഡോക്ടർ ആയതുകൊണ്ട്, നീ ഒരു നേഴ്സ് ആയതുകൊണ്ട്, നീ ഒരു സമ്പന്നനായതുകൊണ്ട്, ഹല്ലേലൂയ, നീ മരണത്തിന് അതീതനാണെന്ന് നീ കരുതരുത്. ഇവിടെ കാറ്റിന്റെയും കടലിന്റെയും പ്രക്ഷുബ്ധമായിരിക്കുന്ന അഭീകരാവസ്ഥയുടെയും മുമ്പിൽ, ആ ഭീകരാവസ്ഥയുടെ നടുവിൽ തള്ളിക്കളയാത്തവനായ, നാം ഇന്ന് പാടിയതുപോലെ, അവൻ ഒരു നാൾ നമ്മെ തള്ളിക്കളയില്ല. തള്ളിക്കളയാത്തവനായ കർത്താവ് അടുത്ത് വന്നിട്ട് പറയുകയാ, ഇത് ഞാനാകുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവൻ കാറ്റിനെയും കടലിനെയും ശാസിക്കാൻ കഴിവുള്ളവനെ കണ്ടപ്പോൾ അവരുടെ ബോട്ട് പെട്ടെന്ന് അടുക്കുവാനായിട്ടിടയായി. അല്ലെ, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാ നമ്മുടെ കർത്താവ്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു ഈ COVID-19 മേൽ അധികാരമുള്ളവനല്ലേ നമ്മുടെ കർത്താവ്? ഹല്ലേലൂയ. പക്ഷെ താൻ അത് അനുവദിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അടുത്തതായ ഒരു സാഹചര്യം, അധികാരസ്ഥാനത്തിരിക്കുന്നവർ, പല ആൾക്കാർക്കും ഇന്ന് പേടിയാണ്.
ബാംഗ്ലൂരിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ഇൻകം ടാക്സുകാരെയും സെയിൽ ടാക്സുകാരെയും അതുപോലെ തന്നെ ഇന്റലിജൻസുകാരെയും ഒക്കെ ഭയപ്പെട്ടിരിക്കുക. കാരണം ഗവൺമെന്റ് ഏത് തരത്തിലാണ് എങ്ങനെയാണ് പെരുമാറിയിട്ട് ലൂപ്പോൾസ് കണ്ടുപിടിച്ച് സ്വത്ത് തട്ടിയെടുക്കാമെന്ന് അറിഞ്ഞുകൂടാ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ചിലർക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പേടിയാ. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആരും പേടിക്കണ്ട, അവർ നല്ലവരാ, അവർ സ്നേഹിതന്മാരാ. നമുക്കറിയാം, ഈ ലോക്ക്ഡൌൺ ടൈമിൽ നാം കണ്ടു, ഞങ്ങളുടെ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറും പോലീസ് അധികാരികളും വണ്ടികൾ കൈകാണിച്ച് നിർത്തുന്നു. ആൾക്കാർ പേടിച്ചിട്ടാ. ഒരു പോലീസുകാരൻ ഒരു ലോറി കൈ കാണിച്ച് നിർത്തിയാൽ പേടിക്കാതിരിക്കും. പക്ഷേ പേടിച്ച് വണ്ടി നിർത്തിയ ആ വ്യക്തിയോട് കൊരട്ടിയിലെ സബ് ഇൻസ്പെക്ടർ ചോദിക്കുക, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണത്തിന്റെ പൊതി നീട്ടിക്കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചല്ല പറയുന്നത്. കൈക്കൂലിക്ക് വേണ്ടി കണ്ണു നട്ടിരിക്കുന്ന പോലീസുകാർ, കൈക്കൂലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഇൻകം ടാക്സുകാർ, കൈക്കൂലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥർ, കൈക്കൂലിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന വില്ലേജ് ഓഫീസർമാർ, കൈക്കൂലിക്ക് മാത്രം കരുതിയിരിക്കുന്ന പഞ്ചായത്ത് അധികാരികൾ, കൈക്കൂലിക്ക് വേണ്ടി മാത്രം കരുതി നടക്കുന്ന രാഷ്ട്രീയക്കാർ, അവരെ ഭയപ്പെടുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഒരു സന്ദർഭം നേരിട്ടവരോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം, മത്തായി സുവിശേഷം 28-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. കാരിരുമ്പിന്റെ മനസ്സുള്ള, കട്ടിയുള്ള, ക്രൂരതയുള്ള, എന്ത് ചെയ്യാൻ മടിക്കാത്തവരായ റോമൻ പടയാളികൾ കല്ലറയ്ക്ക് കാവൽ നിന്നപ്പോൾ, വെളിച്ചം വരുന്നതിന് മുമ്പ് ഇരുട്ടുള്ളപ്പോൾ തന്നെ ആ കല്ലറയിലേക്ക് കടന്നുപോയി അരുമനാഥനായി യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടുവാൻ കടന്നുപോയ ആ സ്ത്രീകളെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു വാക്യമാ നാം ഇപ്പോൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. But the angel said to the women, "Do not be afraid, for I know that you seek Jesus who was crucified. He is not here, for he has risen, as he said." Praise the Lord. പ്രിയപ്പെട്ടവരെ, ഇവിടെ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ആർക്ക്? കർത്താവിനെ രാവിലെ തന്നെ കർത്താവിന്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് ആ ശരീരത്തെ പുരട്ടുവാനായിട്ട് പണം ചെലവ് ചെയ്ത് അതുമായിട്ട് ആ പുലർച്ചെയുള്ള സമയത്ത് ആ വെളിച്ചം വരുന്നതിന് മുമ്പ് കല്ലറയിലേക്ക് കടന്നുപോയ ആ സ്ത്രീകളെ നോക്കിക്കൊണ്ട്, ആ ബലഹീനരായ സ്ത്രീകളെ നോക്കിക്കൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടി കല്ലുകൾ ആർ ഉരുട്ടി മാറ്റുമെന്ന് ഭയപ്പെട്ടു പോയ ആ ബലഹീനയായ സ്ത്രീകളെ നോക്കിക്കൊണ്ട് മാലാഖ പറഞ്ഞു. എന്തു പറഞ്ഞു? അവരുടെ ഭയത്തെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന ഒരു വാക്യമാ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയാമോ? അവർക്കറിയാം, ഹല്ലേലൂയ, കാരിരുമ്പിന്റെ ഹൃദയമുള്ള റോമൻ പടയാളികൾ, ആയുധവാഹകരായ പടയാളികൾ, ഹല്ലേലൂയ, അവിടെ ഇരിക്കുമ്പോൾ ഇടിമിന്നലിനൊത്ത വെളിച്ചമുള്ള ദൈവത്തിന് ദൂതനെ കണ്ടപ്പോഴും വേണമെങ്കിൽ പേടിക്കാം. അവിടെ വെച്ച് പറയുകയാണ്, ഭയപ്പെടേണ്ട. നിങ്ങൾ അന്വേഷിക്കുന്ന ആരെയാണെന്ന് എനിക്കറിയാം, നസ്രായനായ യേശുവിനെ. അവൻ ഇവിടെയില്ല. അവൻ ഈ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങേണ്ടവനല്ല. അവൻ മരിച്ച് അടക്കപ്പെട്ട് ആ കല്ലറയിൽ ഒരു മമ്മിയെ പോലെ കഴിയേണ്ടവനല്ല. ആ കല്ലറയിൽ നമുക്കറിയാം, ഇന്ന് കാലഘട്ടത്തിൽ പല കല്ലറകളിലും ആണ്ടുതോറും അതിന്റെ അടുത്ത് പ്രത്യേകമായ കുഴിക്കൊപ്പീസ്, റാസ, വിശുദ്ധന്മാരുടെ കല്ലറയാണെങ്കിൽ തൊട്ടുമുത്തൽ, അങ്ങനെയുള്ള അനവധിയായിരിക്കുന്ന ബൈബിളിന്റെ അടിസ്ഥാനമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളാൽ അവരുടെ മരണ ദിവസം ചോറൂണും പ്രസാദമായിട്ട് ഊട്ടുനേർച്ചയും ഒക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ പിൻപറ്റുന്ന, നിങ്ങൾ പിൻപറ്റേണ്ട കർത്താവ് പറയുകയാ. കർത്താവിനെ കുറിച്ച് മാലാഖ പറയുകയാ, നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഇവിടെയില്ല. നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നിട്ട് അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്,
ഈ സ്ത്രീകളെ, ഈ പേടിയുണ്ടായിരുന്ന സ്ത്രീകളെ, ബലഹീനരായ സ്ത്രീകളെ, കരയാൻ മാത്രം അറിയുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് അവരുടെ മേൽ കൃപ പകർന്നു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് എന്റെ സഹോദരന്മാരായിരിക്കുന്ന, എന്റെ ശിഷ്യന്മാരായിരിക്കുന്ന അപ്പസ്തോലന്മാരായിരിക്കുന്നവരോട് പറയണം, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഗലീലയിൽ വെച്ച് നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് പറയുവാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 28:10 വായിച്ചേ. Then Jesus said to them, "Do not be afraid. Go and tell my brothers to go to Galilee, and there they will see me." ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്തെന്നറിയാമോ? മാലാഖയല്ല പറഞ്ഞത്, ആദ്യം മാലാഖ പറഞ്ഞു ഡു നോട്ട് എഫ്രൈഡ്. ഇപ്പോൾ പറയുന്നത് ആരാണ്? ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, മാലാഖ ഭയപ്പെടേണ്ടെന്ന് പറയുന്നത് മാലാഖയ്ക്ക് കിട്ടിയ അധികാരം കൊണ്ടല്ല, ദൈവത്തിന്റെ അധികാരം മാലാഖയിലൂടെ പറയുന്നതാ ദൈവദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് അഭിഷേകം ചെയ്ത ശക്തനായിരിക്കുന്ന അപ്പസ്തോലനായ പൗലോസ്, ഹല്ലേലൂയ, തന്റെ ജീവിതം ദൈവത്തിന് വേണ്ടി യാഗമായി സമർപ്പിക്കപ്പെട്ട പൗലോസിനോട് കർത്താവിന് പറയണമായിരുന്നു നീ ഭയപ്പെടണ്ട എന്ന്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, പൗലോസും ഒരു സാധാരണ മനുഷ്യൻ, ഞാനും നിങ്ങളും സാധാരണക്കാരായ മനുഷ്യൻ. ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ടോ, വേറൊരാൾ സെൻട്രൽ പാസ്റ്റർ ആയതുകൊണ്ടോ, ഒരാൾ വലിയൊരു അപ്പസ്തോലനായതുകൊണ്ടോ, ഒരാൾ പ്രവാചകനായതുകൊണ്ടോ നാം എല്ലാം സാധാരണ മനുഷ്യരാണെന്ന് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, നാം സാധാരണ മനുഷ്യർ. നമുക്ക് വായിക്കാം ഒരു വാക്യം, അപ്പസ്തോല പ്രവൃത്തി 27-ാം അധ്യായം 24-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവൃത്തി 27-ാം അധ്യായം 24-ാമത്തെ വാക്യം. പൗലോസിനോട് എന്താണ് വാലിയന്റ് ആയ പൗലോസിനോട് ഹല്ലേലൂയ എന്താ പറഞ്ഞതെന്ന് നോക്കാം. Do not be afraid, Paul. Do not be afraid, Paul. You must stand before Caesar. You must stand before Caesar. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കോവിഡ് വരുമ്പോ ചില സമയത്ത് ഞങ്ങൾ അരിയും സാധനങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പല സ്ഥലത്തും കടന്നുപോയി. അപ്പൊ എന്നെ അറിയുന്ന ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്റെ ഒരു കൂട്ടുകാരനാണ്, അത് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്ന ആളാണ്, വളരെ മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പോളെ വളരെ സൂക്ഷിക്കണം കേട്ടോ, നമ്മൾ വളരെ സൂക്ഷിക്കണം, ഈ കോവിഡൊക്കെ പിടിക്കും, ഇപ്പൊ പോളിങ്ങനെയൊക്കെ പോവും, കോവിഡൊക്കെ പിടിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട്, അതൊക്കെ മറന്നു കളയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഞാനൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുക. ഒരുവനൊരു അപ്പസ്തോലനായിക്കോട്ടെ, ഒരുവന് പ്രവാചകനായിക്കോട്ടെ, ഒരുവനൊരു ഒരു ഒരു പാസ്റ്റർ ആയിക്കൊള്ളട്ടെ, ഒരുവനൊരു അച്ഛനായിക്കൊള്ളട്ടെ, ഒരുവൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്നവനായിക്കൊള്ളട്ടെ, അവനൊരു മനുഷ്യനാണ്. മനുഷ്യനാണെങ്കിൽ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് നീ മറന്നു പോകുമ്പോഴാ നിന്നിൽ ഭയം ജനിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, പ്രിയപ്പെട്ടവരെ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് നീ മറന്നു പോകുമ്പോഴാ, നീ അവിശ്വസിക്കുമ്പോഴാ നിന്റെ ഉള്ളിൽ ഭയം വരുന്നത്. ഏലിയാവിന് ഭയമുണ്ടായി, മോശയ്ക്ക് ഭയമുണ്ടായി, പഴയ നിയമത്തിലെ പലർക്കും ഭയമുണ്ടായി, പുതിയ നിയമത്തിൽ പത്രോസിന് ഭയമുണ്ടായി, പൗലോസിന് ഭയമുണ്ടായി. ആ ഭയത്തിന്റെ മധ്യേ നിന്നെ വിളിച്ച ദൈവം പറയുന്ന വാക്കാണ് നാം വായിച്ചു കേട്ടത്. ഒരിക്കൽ കൂടെ വായിക്കാം. ഡു നോട്ട് എഫ്രൈഡ്, പോൾ. Do not be afraid. Do not be afraid. You must stand before Caesar. You must stand before Caesar. And God has graciously granted you the safety of all who are sailing with you. നിന്നെ രക്ഷിക്കാൻ ഈ കപ്പലിലുള്ള കൊള്ളക്കാരും ജയിലിലുള്ളവരുമായിരിക്കുന്ന സകലരെയും ഞാൻ രക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നീ അവിടെ നിൽക്കേണ്ടത് നിന്നെക്കുറിച്ചുള്ള എന്റെ പ്ലാനും പദ്ധതിയുമാണ്. പ്രിയപ്പെട്ടവരെ, എന്നെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും ഈ രോഗം നഷ്ടപ്പെടുത്തി കളയും, ഈ അപകടം നഷ്ടപ്പെടുത്തി കളയും, ഈ യാത്ര നഷ്ടപ്പെടുത്തി കളയും എന്ന് ഭയപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ കർത്താവിന്റെ വാക്ക്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകളെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, ഫിയർ നോട്ട്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിലും, നീ ഒരു ഭക്തനായി ഡിവോട്ടഡ് ആയ ആളാണെങ്കിലും, നീ ഒരു അനോയിന്റഡ് ആയ ആളാണെങ്കിലും, നീ ഒരു
ദുഃഖപരവശനായ ഒരു രോഗിയാണെങ്കിലും, ഹല്ലേലൂയ, നീ ഒരു യാത്രയിൽ ഒരു അപകടത്തെ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, ഈ പ്രകൃതിയുടെ ആ കിരാതമായ നൃത്തം കണ്ടിട്ട് ഭയപ്പെടുന്ന, നശിച്ചു പോകുമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ ഒരുവനാണെങ്കിലും, നീ അധികാരികളെ ഭയപ്പെടുന്ന ഒരു ബലഹീനനാണെങ്കിലും, അവരോട് മറുപടി പറയാൻ അശക്തനായ ഒരു വ്യക്തിയാണെങ്കിലും, ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായിരിക്കുന്ന, ഹല്ലേലൂയ, ഒരു സ്ഥാനാപതിയാണെങ്കിലും നീ ഭയപ്പെടണ്ട. ബലഹീനനായി നിന്നെ ബലവാനാക്കുവാനുള്ള ദൈവത്തിനൊരു ഔഷധം, അതത്രേ ദൈവത്തിന്റെ കൃപ. ആ കൃപയ്ക്കായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. വിനയമുള്ളവന്, താഴ്മയുള്ളവന് ദൈവം കൃപ നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ട. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.